അതെ, നിങ്ങൾ തമ്മനയിൽ കണ്ട പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് 5 മിനിറ്റിൽ നമുക്ക് ഒരു നൂഡിൽസ് തയ്യാറാക്കിയാലോ. നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഈ ലുക്കുള്ള അടിപൊളിയായിട്ടുള്ള നൂഡിൽസ് നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാം ഈ റെസിപ്പി ഫോളോ ചെയ്താൽ. ഇതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പാൻ എടുക്കാം. ആ പാനിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിക്കാം. മാക്സിമം നിങ്ങൾ വെളിച്ചെണ്ണ എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ ശ്രദ്ധിക്കട്ടോ. ഫ്ലെയിം കുറച്ചിടാൻ തന്നെ ശ്രദ്ധിക്കാട്ടോ, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് സാധനങ്ങൾ വാട്ടിയെടുക്കുമ്പോൾ അത് കരിയാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു മുട്ട പൊടിച്ച് വയ്ക്കാം. മുട്ട പൊടിച്ച് വെക്കുന്ന വിഷ്വൽസ് കിട്ടാതെ എന്താ വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കാട്ടോ വീഡിയോ എടുക്കണം, അതുകൊണ്ട് രണ്ടുപേർക്ക് മാനേജ് ചെയ്യാൻ കഴിയൂല. ഇനി നല്ല കുരുക്കുന അരിഞ്ഞ പയറിട്ട് കൊടുക്കുക. നല്ല കുരുക്കുന അത്ര നല്ലോണം ചെറുതാക്കാം. ഇനി ഇത് രണ്ടും കൂടി നല്ലോണം വാട്ടിയെടുക്കുക. കുറച്ചേരം മൂടി വെച്ചാൽ മതി, സെറ്റ് ആയിക്കോളൂ കേട്ടോ താനെ. ഫ്ലെയിം കുറച്ച് വെച്ചതുകൊണ്ട് തന്നെ അത് ഇളക്കാതെ മൂടി വെച്ചാലും വലിയ കുഴപ്പമൊന്നും വരാൻ പോകില്ല, കരി എണ്ണും പോകില്ല. ഇനി ഇതിലേക്ക് നല്ല പഴുത്ത തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റും അങ്ങനെ നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ നൂഡിൽസിൽ ഇത്രയും തോന്നെ വെജിറ്റബിൾസ് ഇട്ടതുകൊണ്ടും പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടും നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പെല്ലായിടത്തും പിടിക്കുന്ന രീതിക്ക് നല്ലോണം ഒന്ന് ഇളക്കിയ ശേഷം ഇത് നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം. ഇനി മൂടി തുറക്കുമ്പം ആ വെജിറ്റബിൾസ് ഒക്കെ നല്ല വെന്തൊരു സ്മെല്ലും ഉണ്ടായിരിക്കും, പിന്നെ അത് നല്ലോണം വാടിയിട്ടുണ്ടാവും. എനിക്ക് വീട്ടിൽ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നാവ് വല്ലാണ്ട് അങ്ങ് വഴങ്ങൂല കേട്ടോ, അതിൻ്റെ പ്രശ്നമാണ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കേൾക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ, പിന്നെ ബെല്ലൈക്കനോട് അമർത്തി നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം കാണാൻ പറ്റും. നമ്മൾ വിഷയത്തിൽ തന്നെ മാറുന്നു. ഇതിലേക്ക് ഇനി 2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അത് തിളപ്പിച്ചെടുക്കാം. ഞാൻ നൂഡിൽസ് അതെന്ന് പറഞ്ഞല്ലോ, ഞാൻ ഇപ്പം ഇട്ട് കൊടുക്കുന്നത്. ഞാൻ വാങ്ങിയ ഇപ്പിയിൽ ഒരു മാജിക് മസാല ടോപ്പിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതിലേക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം. ചില ആളുകളൊക്കെ നൂഡിൽസ് നല്ലോണം പൊടിച്ചിട്ടായിട്ട് കൊടുക്കുമല്ലോ, അങ്ങനെ പൊടിച്ചിട്ട് കൊടുത്താൽ നമുക്ക് ഇങ്ങനെ വലിയ നൂഡിൽസ് ആയിട്ട് കിട്ടും കേട്ടോ വെന്ത് വരുമ്പോൾ. വെൽത് മീൻസ് നീളമുള്ളത്, അതുകൊണ്ട് ഞാൻ 2 കഷ്ണമാക്കിയിട്ടേ പൊടിച്ചിട്ടുള്ളൂ കേട്ടോ. ഇതിൻ്റെ ഇടയിലും ഞാൻ ഫുൾ ടൈം അടിയായിരുന്നു കേട്ടോ. കിളക്കാൻ കൊടുക്കാത്തതിനാണ് അടി സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് ഞാൻ കാണാതെ ഇറക്കും തിളക്കൊക്കെ ഇറക്കി നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പറഞ്ഞ് നമ്മുടെ നൂഡിൽസ് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ചെറുതായിട്ട് സൂപ്പ് നിൽക്കുന്ന രീതിക്ക് ആകുമ്പോഴാണ് നമ്മൾ ഓഫ് ആക്കേണ്ടത്. ഫുള്ള് സൂപ്പും വറ്റിച്ചാൽ ഓഫ് ആക്കുമ്പോഴത്തേക്കിനും വല്ലാണ്ട് അങ്ങോട്ട് കുറുകി പോകും. ഞാൻ കുറച്ചേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇളക്കിയിട്ട് ലാസ്റ്റ് ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഇളക്കുമ്പോഴൊക്കെ നല്ല നൂഡിൽസിന്റെ സ്മെല്ല് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷവും 2-3 ഇളക്കം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മാജിക് മസാല ടോപ്പിംഗ് ഇട്ട് കൊടുക്കും. ഇതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്യാം. ഇനി ഈ ടോപ്പിംഗ് മസാല ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ചില്ലി ഫ്ലെക്സ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ പറയാൻ കാരണം അതിൻ്റെ ഉള്ളിൽ വെളുത്തുള്ളി പൊടിയും അതുപോലെ ചില്ലി ഫ്ലെക്സും ആയിരുന്നു. ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, പ്ലേറ്റിലേക്ക് മാറ്റുക, കഴിക്കുക. ആ ചെറുനാരങ്ങ വെറുതെ ഒരു ഭംഗിക്ക് മാത്രം വെച്ചതാണ്, നിങ്ങൾ അതിലേക്ക് പിഴിഞ്ഞൊഴിക്കരുത്. ഇപ്പോൾ തന്നെ നിങ്ങളുടെ നൂഡിൽസ് ലവേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ.